എല്ലാവർക്കും നമസ്കാരം. ഈ അറിവ് നമുക്ക് വേണ്ടി പകർന്നു തന്നത് ശ്രീ PMN നമ്പൂതിരി. പുത്രേഷണ ഒഴിവാക്കുക. എന്താണ് പുത്രേഷണ? ഓരോ നിമിഷവും മക്കളെക്കുറിച്ച് ചിന്തിക്കുകയും മക്കളോടുള്ള അമിതമായ ആഗ്രഹം അല്ലെങ്കിൽ വാഞ്ചയുമാണ് പുത്രേഷണ. നമ്മുടെ മക്കൾ വളർന്നു വലുതായി സ്വന്തം കുടുംബജീവിതത്തിൽ മാത്രം ബദ്ധശ്രദ്ധരാകുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾ ദുഃഖിതരാകുന്നു. ഞാൻ ഇവനു വേണ്ടി അല്ലെങ്കിൽ ഇവൾക്കു വേണ്ടി എന്തെല്ലാമാണ് ചെയ്തു കൊടുത്തത്, അതെല്ലാം മറന്ന് ഇപ്പോൾ അവർ എന്നോട് സംസാരിക്കുന്നു പോലുമില്ല തുടങ്ങിയ പരാതികൾ നാം ദിനം പ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ ഈ ലോകത്തിൽ വന്നു ചേർന്നതിനുള്ള കാരണക്കാർ മാത്രമാണ് നിങ്ങൾ. അതിനപ്പുറം യാതൊന്നുമില്ല. എല്ലാവരും ഈശ്വര സൃഷ്ടികളാണ്. പക്ഷേ എൻ്റെ മക്കൾ എന്ന ആധി നിങ്ങളുടെ മനസ്സിനെ രോഗിയാക്കുന്നു. ഈ ജ്വരം നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു. ജ്വരഗ്രസ്തനായി തീരുമ്പോൾ മക്കൾക്ക് ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് പോലും നിങ്ങൾക്ക് നഷ്ടമാകുന്നു. നിങ്ങൾ സ്വന്തം ചിന്തകളും ആശയങ്ങളും അവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിരുന്ന ധാരണകളിൽ നിങ്ങൾ സന്തുഷ്ടരായിരുന്നോ? എല്ലാ മാതാപിതാക്കളും മക്കളുടെ നന്മയെ ഓർത്തു സ്നേഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ലോകത്തിൽ എല്ലാവരും പരസ്പരം കലഹിക്കുന്നതിനും സ്വാർത്ഥത അല്ലെങ്കിൽ സെൽഫിഷ്നെസ് ഉണ്ടാകുന്നതിന് പ്രധാന കാരണം പുത്രേഷണ തന്നെയാണ്. ഹരി ഓം. നന്ദി, നമസ്കാരം.